ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നന്ദൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബീഫിൻ്റെ വാരിയെല്ലാം ഉപയോഗിച്ചുള്ള നല്ലൊരു അടിപൊളി മലബാർ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഇതിനായി നമ്മൾ ആദ്യം തന്നെ സവോളയൊക്കെ ചെറുതായി അരിഞ്ഞ് നല്ലപോലെ എണ്ണയിൽ വറുത്ത് കോരി ഗോൾഡൻ കളറാക്കി വറുത്ത് കോരി വെക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. അതിനായി നമ്മളൊരു ബൗൾ വെച്ച് അതിലേക്ക് ഒരു 400 ഗ്രാമിനടുത്ത് ബീഫിൻ്റെ വാരിയെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതേപോലെ മല്ലിച്ചപ്പ് പുതിന ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ നമ്മൾ സവോള വറുത്ത് കോരി വെച്ച സവോളയിൽ നിന്ന് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ പാകത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലോട്ട് ഇതൊക്കെ നമ്മുടെ മസാല ഇട്ട് കൊടുത്ത് നമുക്ക് അതിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ഞാൻ നോർമൽ പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിലോട്ടൊക്കെ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും മല്ലിച്ചപ്പ് പുതിന ചെറുതായി അരിഞ്ഞതും കുറച്ച് ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ റൈസൊക്കെ ഇട്ട് ദമ്മിടാൻ പോകുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ റൈസ് കുക്കറിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾ 1 കിലോ അരി കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് വെള്ളമൊക്കെ ഇതാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് കുക്കർ വെച്ച് കുക്കറിലോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ പശുവിൻ നെയ്യും ആക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 4 ഏലക്കായും 4 ഗ്രാമ്പുവും ചെറിയ കഷ്ണം പട്ടയും കുറച്ച് പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് ക്യാരറ്റും സവോളയും കരിവേപ്പിലൊക്കെ ഇട്ട് കൂടെ തന്നെ ഒരു ചെറുനാരങ്ങ അരിഞ്ഞതും ഇട്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കുക്കർ തീ ഓഫ് ചെയ്ത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആവി പോകാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് തയ്യാറായിട്ടുണ്ടാവുക. ഇനി നമുക്ക് തയ്യാറാക്കിയ മസാലയിലോട്ട് റൈസ് ലെയറായി ഇട്ട് കൊടുത്ത് ഇതുപോലെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ നമ്മൾ പനിനീരിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കളറിന് വേണ്ടി റൈസിൽ ഇതാക്കിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ റൈസിൻ്റെ മേലിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് സെക്കൻഡ് ലെയറായി റൈസ് ഇടുകയാണ് കേട്ടോ. സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ റൈസൊക്കെ കുക്കറിൽ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നേ. വീണ്ടും നമ്മൾ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യാണ് കേട്ടോ. നമ്മൾ കളറിന് വേണ്ടി പനിനീരിൽ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മുടെ റൈസിന്. നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ മൂടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ മൂടി വെച്ച് നല്ലപോലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒരു തീ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഓഫ് ചെയ്ത് ഒരു സൈഡിൽ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ദമ്മൊക്കെ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല മലബാർ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നല്ല സ്റ്റൈലായി സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല ബീഫിൻ്റെ വാരിയല് ബിരിയാണി. അതിലോട്ട് നമ്മൾ ഒരു പപ്പടം വാട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പപ്പടവും അതേപോലെ നല്ല മാങ്ങ അച്ചാറും കൂടെ തന്നെ നല്ല കാന്താരിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തിയും പിന്നെ ഒരു ഹെൽത്തി സലാഡും കൂടി കേട്ടോ. ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ നല്ല സ്റ്റൈലായി സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. നിങ്ങളും അടുത്ത പ്രാവശ്യം ഒന്ന് ഈ വാരിയെല്ലൊക്കെ മേടിച്ച് ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണല്ലോ ബിരിയാണി. പിന്നെ ബീഫാണെങ്കിൽ പറയണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പറയാം കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ച് നോക്കി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക് യു ഓൾ.